ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 21 ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 6 അധ്യായം 60 മുതൽ 69 വരെ വാക്യങ്ങളാണ്. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലെ ഉപസംഹാരമാണ് ഈ വചനഭാഗം. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രഭാഷണം യഹൂദർക്കിടയിൽ മാത്രമല്ല തർക്കത്തിന് കാരണമാകുന്നത്. യേശുവിൻ്റെ ശിഷ്യർക്കും അത് സ്വീകാര്യമാകുന്നില്ല. അവർ പറയുന്നു, ഈ വചനം കഠിനമാണ്. ശിഷ്യരുടെ നിലപാട് അതാണ്. അങ്ങനെ യഹൂദരെ പോലെ ശിഷ്യരും പിറുപിറുക്കുകയാണ്. എന്നാൽ ശിഷ്യരുടെ സംശയത്തിനെയും എതിർപ്പിനെയും യേശു വെല്ലുവിളിക്കുകയാണ്. മനുഷ്യപുത്രന്റെ സ്വർഗാരോഹണം അവിടുത്തെ പ്രഭാഷണത്തിൻ്റെ അജ്ഞത വർദ്ധിപ്പിക്കുമോ, അതോ ശിഷ്യരെ അജ്ഞരാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമോ? 4-ാം സുവിശേഷകൻ മനുഷ്യപുത്രന്റെ ആരോഹണത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഭാഷ ആദ്യം ആയിരിക്കുന്ന ഇടത്തേക്കുള്ള ആരോഹണം, യേശു ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചുള്ള ഭാഷയുടെ പര്യായമാണ്. അങ്ങനെ യേശുവിൻ്റെ ആരോഹണം ഉത്ഥാനത്തിൻ്റെ മുഴുവൻ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. കൂടാതെ യേശുവിൻ്റെ ആരോഹണം അവിടുത്തെ പൂർവസ്ഥിതി 1-ാം അധ്യായം 12-ാം വാക്യം സ്വർഗത്തിൽ നിന്നുള്ള യേശുവിൻ്റെ വരവിനെയും വായനക്കാരുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. വചനം മാംസമായി. യേശു ശിഷ്യർക്കു നേരെ ഉയർത്തുന്ന വെല്ലുവിളി ഭാവിയിൽ അവരുടെ ചിന്തയ്ക്ക് ഒരു മാറ്റമോ പുനരവലോകനമോ ഉളവാക്കാൻ ഉതകുന്ന രീതിയിൽ അവസാനിപ്പിക്കുകയാണ്. കാരണം യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെയും ഉത്ഥാന സംഭവത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ വ്യക്തിയും സ്വന്തം തീരുമാനമെടുക്കേണ്ടതുണ്ട്. യേശു ശിഷ്യരുടെ മുൻപിൽ ഉയർത്തിയ വെല്ലുവിളിയോടുള്ള അവരുടെ തീരുമാനം രേഖപ്പെടുത്തുന്നതിന് മുൻപ് പ്രഭാഷണത്തിൽ അവിടുന്ന് നൽകുന്ന ഒരു പുതിയ പഠനം 4-ാം സുവിശേഷകൻ നൽകുകയാണ്. ശരീരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ തിരുത്താനാണ് ഈ പ്രബോധനത്തിൽ ഒരു പുതിയ പഠനം ഉൾച്ചേർക്കുന്നത്. കാരണം യേശുവിനെതിരായി പിറുപിറുക്കുവാൻ ശിഷ്യരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം മിക്കവാറും പ്രബോധനത്തിലെ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ച പഠനമായിരുന്നിരിക്കാം. യേശുവിനെതിരെ പ്രതിഷേധിക്കുന്ന ശിഷ്യർ യഹൂദരെ പോലെ അവിടുന്ന് സംസാരിക്കുന്ന ശരീരത്തെ ശരിയായി മനസ്സിലാക്കുന്നില്ല. അവർ യേശുവിൻ്റെ ശരീരം മാത്രം കാണുന്നു, വചനം മാംസമായി തീർന്നവനെ കാണുന്നില്ല. അതിനാൽ യേശുവിൻ്റെ വാക്കുകൾ ഈ തെറ്റിദ്ധാരണയെ തുറന്നു കാട്ടുകയാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. മറ്റു വാക്കുകളിൽ ശരീരം മാത്രമാണെങ്കിൽ അത് ഉപയോഗശൂന്യമാണ്. ആത്മാവാണ് ശരീരത്തിന് ജീവൻ നൽകുന്നത്. യേശുവിലും അവിടുത്തെ വാക്കുകളിലും ആത്മാവ് വസിക്കുന്നു. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിലും ശരീരത്തിലും ജന്മമെടുക്കാൻ കഴിയും. ശരീരവും ആത്മാവും ഒന്ന് ചേർന്ന് നിൽക്കണം. ഇതാണ് മനുഷ്യാവതാരത്തിൻ്റെ കേന്ദ്രം, ദ സെന്റർ ഓഫ് ഇൻകാർണേഷൻ. അങ്ങനെ യേശുവിൻ്റെ ജീവൻ നൽകുന്ന ആത്മാവ് നിറഞ്ഞ വാക്കുകളുമായി ശരീരം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ മാത്രമാണ് അതിന്, അതായത് ശരീരത്തിന്, രക്ഷാകര ശക്തി ഉള്ളൂ എന്ന് യേശു സ്ഥിരീകരിക്കുന്നത്. ശരീരം ഭക്ഷിക്കാനും രക്തം കുടിക്കാനും യേശു ശിഷ്യരോട് ആവശ്യപ്പെടുന്നില്ല.
മനുഷ്യപുത്രന്റെ ആത്മാവാൽ നിറഞ്ഞ ശരീരവും രക്തവും ഭക്ഷിക്കുവാനാണ് യേശു അവരോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ അവിടുത്തെ വാക്കുകൾ ശിഷ്യരിൽ എല്ലാവരിലും വിശ്വാസമുളവാക്കുന്നില്ല. അവിശ്വാസത്തെയും വിശ്വാസവഞ്ചനയെയും കുറിച്ചുള്ള മുന്നറിവ് 6-ാം അധ്യായത്തിൽ ഉടനീളം പ്രകടമാകുന്ന ഒരു ദൈവശാസ്ത്ര പ്രമേയത്തെ വീണ്ടും അഭിസംബോധന ചെയ്യാൻ യേശുവിനെ പ്രേരിപ്പിക്കുകയാണ്. ദൈവീക പ്രാരംഭ വൃദ്ധി മാനുഷിക തെരഞ്ഞെടുപ്പും തമ്മിലുള്ള സംഘർഷം, ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ പ്രവൃത്തി കൂടാതെ യേശുവിലേക്കുള്ള എത്തിച്ചേരൽ അസാധ്യമാണ്. യേശു മുൻകൂട്ടി കണ്ട തിരസ്കരണം ഇവിടെ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യരിൽ വളരെ പേർ അവിടുത്തെ വിട്ടുപോകുന്നു. തുടർന്ന് യേശു 12 പേരെ ഒരു തെരഞ്ഞെടുപ്പിനായി ക്ഷണിക്കുകയാണ്. യേശുവിൽ ദൈവം നൽകിയ ജീവൻ സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്ന് 12 പേർ തീരുമാനിക്കണം. 12 പേരുടെ വക്താവായി സൈമൺ പീറ്റർ യേശുവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. കേസറിയ ഫിലിപ്പിയിൽ വച്ച് പത്രോസ് നൽകിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും ലൂക്കായിലെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും സമാന്തരമായി, അതായത് മത്തായിയിലും മർക്കോസിലുമുള്ള വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും ലൂക്കായിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും സമാന്തരമായി ഇതിനെ നമുക്ക് കാണാം. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഒരു വിശ്വാസിയുടെ പ്രവർത്തന മാതൃക ദർശിക്കാനാകും. വിശ്വാസത്തിന്റെ പാതയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഏക ദൈവമാണ് എല്ലാ ശക്തിയുടെയും ജീവന്റെയും ഉറവിടം. നിത്യജീവൻ നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവവുമായി ബന്ധപ്പെടാതെ ദൈവിക ജീവൻ അനുഭവിക്കുവാൻ ആകില്ല. യേശു ജീവന്റെ ഉറവിടമായ ദൈവം തന്നെയാണ്. അതാണ് പത്രോസ് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിലേക്ക് പത്രോസിനെ നയിക്കുന്ന പാത പിറുപിറുക്കലിൻ്റെയും തർക്കത്തിൻ്റെയും ഭൗതികമായ വിലയിരുത്തലിൻ്റെയുമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസത്തിലൂടെ അറിവിലേക്ക് വരികയാണ് ക്രൈസ്തവന്റെ പാത. പ്രിയമുള്ളവരെ, സംശയങ്ങളുടെയും തിരസ്കരണങ്ങളുടെയും കാലഘട്ടത്തിൽ നാം കത്തോലിക്കർ ആയിരിക്കുന്നത് എന്തിനാണ് എന്ന് ഓർക്കാം. ഒപ്പം സംശയമുള്ളവരോടും നമ്മെ തിരസ്കരിക്കുന്നവരോടും സഹാനുഭൂതി കാണിക്കുകയും വേണം. വിശ്വാസ പ്രതിസന്ധിയിലായവരെ പ്രാർത്ഥനയിലൂടെയും അനുകമ്പയിലൂടെയും സത്യസന്ധതയിലൂടെയും നമുക്ക് നയിക്കുവാൻ കഴിയണം. കൂടാതെ വിശ്വാസവും വിശ്വസ്തതയും ദൈവത്തിൽ നിന്നുള്ള സമ്മാനങ്ങളാണെന്ന് നമുക്ക് ഓർക്കാം. നമുക്ക് അവ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഈ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.